നടി അനുശ്രീ ഗണേഷ് കുമാറിനെതിരെ വരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത് എന്തായിരിക്കും എന്നൊക്കെയുള്ളൊരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്. കാരണം അനുശ്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അനുശ്രീ ഇപ്പോൾ വളരെ എല്ലാവരുടെ ഇടയിൽ ഭയങ്കര സ്വീകാര്യമായ ഒരു നടി കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനത്തിന് അനുശ്രീ വന്നപ്പോൾ അവിടെ ഒരു കൂപ്പൺ, ലക്കി കൂപ്പൺ 10,000 രൂപയുടെ സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമ്മാനത്തിനായി ഒരു നമ്പർ വിളിച്ചപ്പോൾ ഒരു സാധുവായ മനുഷ്യൻ വേദിയിലേക്ക് കയറി വന്നു. നമ്പർ മാറിപ്പോയതാണ്. അപ്പോൾ അദ്ദേഹം നിരാശനായി മടങ്ങി. അത് കണ്ടപ്പോൾ അനുശ്രീ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ ആ മനുഷ്യന് 10,000 രൂപ അനുശ്രീ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് ഭയങ്കരമായ ഒരു നന്മയുള്ളൊരു വ്യക്തിത്വം ആണ് അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം. അനുശ്രീ പണ്ടൊരിക്കൽ എയർപോർട്ടിൽ ഫുഡിന് വില കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ നടിയൊക്കെ ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചു. സാധാരണക്കാരിയായി വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു പ്രൊഫഷനിൽ എത്തിപ്പെട്ട് വിജയം കൈവരിച്ച ഒരാളാണ് അനുശ്രീ. അതുകൊണ്ട് തന്നെ അനുശ്രീക്ക് ഒരു പ്രത്യേക ഇഷ്ടം അനുശ്രീയോട് മലയാളികൾക്കുണ്ട്, പ്രത്യേകിച്ച് നാട്ടുകാർക്ക്. കാരണം അവിടുത്തെ ഉത്സവങ്ങളിലും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ അനുശ്രീ ഒരു നിറഞ്ഞ സാന്നിധ്യമാണ്. ഒപ്പം അവിവാഹിതയാണ്. അതുകൊണ്ട് തന്നെ ആരെ വിവാഹം കഴിക്കുമെന്ന രീതിയിലുള്ള ഗോസിപ്പുകളൊക്കെ വരുന്നുണ്ട്. ഉണ്ണി മുകുന്ദനെയൊക്കെ ചേർത്ത് വന്നിട്ടുണ്ട്. അതിനെയൊക്കെ വളരെ ചിരിച്ച മുഖത്തോടെ നേരിടുന്ന അനുശ്രീ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒന്ന് പേടിച്ചു. എന്തായിരിക്കും കാരണം? ഈ ഗണേഷ് കുമാറിനെതിരെ വരുന്നു എന്ന് പറയുമ്പോൾ മിൻചേട്ടൻ പറഞ്ഞ പോലെ പേടിച്ച് ശരിയായിരിക്കാം. പക്ഷേ അനുശ്രീ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി മത്സരിക്കും എന്നൊരു വാർത്ത. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കും. വീണ്ടും ഒരു താര മത്സരത്തിന് പത്തനാപുരം കളം ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖർ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ട് BJP നേതൃത്വത്തോട് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ മണ്ഡലങ്ങളിൽ നമുക്ക് BJP കാൻഡിഡേറ്റ് അല്ലാതെ, അതായത് BJPയുടെ ചിഹ്നത്തിലല്ലാതെ നമ്മുടെ അംഗങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ മെമ്പറാണ് എന്ന് പറയാതെ മത്സരിപ്പിക്കാൻ പറ്റുന്ന ജനപ്രീതിയുള്ള ജനസമ്മതിയുള്ള ആളുകളുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന് സമർപ്പിക്കപ്പെട്ട ഒരു ലിസ്റ്റിൽ പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ അവർ കൊടുത്ത ലിസ്റ്റിൽ പറഞ്ഞൊരു പേരാണ് അനുശ്രീ. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തന്നെ അനുശ്രീയുമായിട്ട് BJPയുടെ നേതൃത്വം ഇത് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ അനുശ്രീ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് ഇനി ചർച്ചകൾ ഒരുപാട് നടക്കാനുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് എങ്കിൽ പത്തനാപുരം മണ്ഡലത്തിൽ അനുശ്രീ മത്സരത്തിന് ഓക്കെ പറയുകയാണെങ്കിൽ പത്തനാപുരം മണ്ഡലത്തിൽ നേരത്തെ ഇതിനു മുമ്പ് ഒരു താര പകിട്ടുള്ള മത്സരം അന്ന് ഭയങ്കര രസമായിരുന്നു. അന്ന് ജഗദീഷ് ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ ഭീമൻ രഘു ആയിരുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അപ്പോൾ ഗണേഷ് കുമാറും ഭീമൻ രഘുവും ജഗദീഷും കൂടി വന്നപ്പോൾ സിനിമാ താരങ്ങളൊക്കെ വന്നവിടെ പ്രചരണം ഭയങ്കര ആവേശകരമായിരുന്നു. എല്ലാവരും പ്രചരണത്തിന് ഈ സ്ഥാനാർത്ഥികൾ പോകുമ്പോൾ കാണാനും എല്ലാ സ്ഥലത്തും ആൾ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ താരങ്ങളെ കാണാൻ വേണ്ടി. പക്ഷെ അന്ന് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രത്യേകത, ഗണേഷ് കുമാർ എന്തൊക്കെ അലിഗേഷൻസ് വന്നാലും അദ്ദേഹം സ്വന്തം മണ്ഡലം നോക്കാൻ വളരെ പ്രാപ്തനാണ്. അദ്ദേഹത്തിന് ധാരാളം അത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. അദ്ദേഹം മന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് ജനോപകാരപ്രദമായ പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനോട് ഒരു പ്രത്യേക ഇഷ്ടം പത്തനാപുരത്തുകാർക്കുണ്ട്. കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ മത്സരം കാഴ്ചവെച്ചുവെങ്കിലും ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ അനുശ്രീയെ പോലെ ഒരാൾ വരുമ്പോൾ സ്വാഭാവികം BJPക്ക് വോട്ട് കൂടാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാരുടെ ഒരു വോട്ടിംഗ്, അതൊക്കെ ഒരു ഘടകമാണ്. ഈ 2001 മുതൽ ഗണേഷ് കുമാറിൻ്റെ കുത്തക മണ്ഡലമാണ് ഈ പറഞ്ഞ പത്തനാപുരം. ഗണേഷ് കുമാർ ഇനി സ്വതന്ത്രനായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ജയിക്കും എന്നുള്ളൊരവസ്ഥയാണ്. അദ്ദേഹം അവിടെ അതിന് മാത്രമുള്ള വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഈ ഗണേഷ് കുമാർ മന്ത്രിയാണെങ്കിൽ പോലും ആക്സസിബിൾ ആണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, കാണാം, നമ്മുടെ പ്രശ്നങ്ങൾ പറയാം, പരിഹാരമുണ്ടാവും. അവിടുത്തെ റോഡുകൾ മികച്ചതാണ്, യാത്രാ സൗകര്യമുണ്ട് ഒരുപാട്. KSRTCകളെ പലതും പത്തനാപുരത്ത് നിന്ന് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും KSRTC സർവീസുകളുണ്ട്. അവിടെ നിന്ന് മൂകാംബിക സർവീസുണ്ട്. അങ്ങനെ ഒരുപാട് ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ആര് ഏത് സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാലും വലിയ ഭീഷണിയില്ലാതെ കയറി പോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അനുശ്രീയ മത്സരരംഗത്തിറക്കി കഴിഞ്ഞ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരു വനിതാ കാൻഡിഡേറ്റ് എന്ന നിലയിൽ, പിന്നെ ഒരു വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടി, ഒരു വനിതാ കാൻഡിഡേറ്റ്, ഒരു സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി എന്നതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരുടെ ഒരു സാന്നിധ്യം ഈ അനുശ്രീക്ക് കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് BJP നേതൃത്വം അനുശ്രീയെ കാൻഡിഡേറ്റ് ആക്കാം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അനുശ്രീയുടെ നാടായ കമുകഞ്ചേരി അമ്പലത്തിൽ
എല്ലാ വർഷവും ഈ ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്ര നടക്കുമല്ലോ ശ്രീകൃഷ്ണ ജയന്തിക്ക്. ആ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയിൽ ഈ പറഞ്ഞതുപോലെ ഭാരതാംബയായിട്ടും അവിടുത്തെ ഗോപികയായിട്ടും പിന്നീട് അവിടെ നടക്കുന്ന സാംസ്കാരിക പരിപാടികളിലെല്ലാം തന്നെ തിരുവാതിര കളിക്കും, കൈകൊട്ടി കളിക്കും, അവിടെ നാട്ടുകാരോടൊപ്പം ഞാൻ നടിയാണ് എന്ന രീതിയിൽ മാറി നിൽക്കാനൊന്നും തയ്യാറാകാതെ അവിടുത്തെ നാട്ടുകാരോടൊപ്പം ഇന്നും എന്നും എന്ന് പറഞ്ഞതുപോലെ അനുശ്രീ അവരോടൊപ്പം ഉള്ള അവരുടെ ഇടയിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ കുട്ടി എന്നൊരു പരിഗണന അനുശ്രീക്ക് പലപ്പോഴും പത്തനാപുരംകാർ കൊടുക്കാറുണ്ട്. അത് വോട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ പറഞ്ഞ BJPയുടെ ശ്രമം. ഒരു പക്ഷേ അനുശ്രീയെ മത്സരിപ്പിക്കുകയാണ് എങ്കിൽ കോൺഗ്രസും ഒരു മികച്ച കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാക്കി പത്തനാപുരത്തെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന BJP അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് ദേശീയ നേതൃത്വം പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10-ലധികം സീറ്റുകൾ കേരളത്തിൽ BJPക്ക് വേണം. അത്രയും സീറ്റുകൾ നേടാനുള്ള ആരെ വേണമെങ്കിലും മത്സരിപ്പിച്ചോ, കേന്ദ്ര നേതൃത്വം പൂർണ്ണ പിന്തുണയുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് BJPയുടെ കോർ കമ്മിറ്റിക്ക് അകത്ത് നടക്കുന്ന ഒരു ചർച്ച, നമ്മളൊരു 60 സീറ്റുകൾ ടാർഗറ്റ് ചെയ്ത് മത്സരിച്ചാൽ മതി, ആ 60 സീറ്റുകൾ നമുക്ക് നല്ല വോട്ടുകളുള്ള സീറ്റുകൾ മതി, ആ സീറ്റുകളിൽ മത്സരിച്ചാൽ മതി എന്നൊരു തീരുമാനം നേരത്തെ കോർ കമ്മിറ്റിയിൽ എല്ലാ ഘട്ടങ്ങളിലും നടക്കുന്ന ചർച്ചയെ പറയുന്നത്. പിന്നെ അവസാന നിമിഷം അതെല്ലാം പൊളിഞ്ഞിട്ട് പിന്നെ വീണ്ടും 140 സീറ്റിൽ മത്സരിക്കും. അപ്പോൾ ഇത്തവണ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 60 സീറ്റുകൾ. ഈ 60 സീറ്റുകൾ എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തേക്ക് വന്ന ഒരുപാട് നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ നിയോജക മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോഴേ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് പ്രചരണം തുടങ്ങണം. ഇപ്പോഴേ സ്ഥാനാർത്ഥികളെ നിർത്തി പ്രചരണം തുടങ്ങിയാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴേക്കും നമ്മുടെ സ്ഥാനാർത്ഥികൾ അവരുടെ വീടുകളിലെ ഒരു അംഗത്തെ പോലെയാവും. അവരെ ഓരോ വോട്ടർമാരെയും നേരിട്ട് മുഖാമുഖം പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. എല്ലാവരെയും അറിഞ്ഞ് പെരുമാറാൻ പറ്റും വോട്ടർമാർക്ക്. അപ്പോൾ ഒരു പുതിയ ഒരാളെ നമ്മൾ കൊണ്ടേ മത്സരിപ്പിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവില്ല. നമുക്ക് ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ അത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ന ഒരു പരിഗണന കൊടുത്തിട്ട് ആളുകൾ വോട്ട് ചെയ്യും. അങ്ങനെയാണ് BJP നേതൃത്വം ഈ 2026 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് 2025 പകുതി കഴിയുമ്പോഴേക്കും അവിടെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാൻഡിഡേറ്റുകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രചരണം എന്ന രീതിയിൽ വലിയ ഒരു പ്രചരണത്തിന് പോകാതെ ഒരു നിശബ്ദ പ്രചരണം പോലെ വീടുകൾ കയറി ഇറങ്ങി ഓരോ ആളുകളെയും നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ വോട്ടൊക്കെ ഉറപ്പാക്കി അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പോഴേ അവർക്ക് പരിഹാരം കാണിച്ചു കൊടുത്ത് അങ്ങനെ ഓരോ കുടുംബങ്ങളെയും മനസ്സിലാക്കി അവരോട് അടുത്ത് പെരുമാറി വേണം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നൊരു സ്ട്രാറ്റജി BJP വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. ആ സ്ട്രാറ്റജി ഏറ്റവും ദോഷം ചെയ്യാൻ പോകുന്നത് CPM-നായിരിക്കില്ല, അത് കോൺഗ്രസിനായിരിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഓപ്ഷനാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം പ്രത്യേകിച്ച് അനുശ്രീക്ക് നാട്ടിലുള്ള പിന്തുണ വളരെ വലുതാണ്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ വളരെ എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തി കൂടിയാണ് അനുശ്രീ. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ മറ്റൊരു നടിക്കൊക്കെ ആണെങ്കിൽ അത്തരത്തിലൊരു വേദനയൊന്നും തോന്നേണ്ട കാര്യമില്ല. പക്ഷേ അനുശ്രീക്ക് ഓരോരുത്തരുടെയും വേദനകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അനുശ്രീക്ക് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സ്വീകാര്യത വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അനുശ്രീ നല്ലൊരു ഓപ്ഷൻ BJPക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDF-ൻ്റെയും LDF-ൻ്റെയും വോട്ടുകൾ അനുശ്രീക്ക് വരും. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ അത് ഭൂരിപക്ഷം കുറയ്ക്കാനെങ്കിലും ഒരു പക്ഷേ അനുശ്രീയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിച്ചേക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.